എല്ലാരും ഉറങ്ങിയോ? ഒന്നിങ്ങോട്ട് വരണേ. അതെ, ഇതിനെയൊക്കെ എന്തിന് സൃഷ്ടിച്ചെന്റെ ഉടയ തമ്പുരാനെ. ഇതെന്റെ വീടല്ലേടാ? നീ ഇവിടെ നീ എന്തിനീ നേരത്തെ എന്റെ വീട്ടിൽ വന്നു? ഒന്നുമില്ല, തലയത്തിന് വെള്ളം ഒഴിച്ച. ഈ രാത്രിയിൽ ഇവൻ ഇവിടെ എന്തിനു വന്നു എനിക്ക് പറയണം. ഒറ്റ അടി വെച്ചാന്നല്ലോ ഞാൻ നിന്നെ കൊണ്ട് വന്നാ. എലിയും കൊണ്ടുവന്നു. എവിടെ ആകാശത്ത് കുറച്ചു മുമ്പ് ഞാൻ നിന്നെ തല്ല് പറഞ്ഞോ. അപ്പൊ നീ ബോധം കിട്ടു വയ്ക്കാം. എന്തോന്ന് നിന്റെ ഒറ്റ തല്ലേക്ക് ഇതിനെ ബോധം കിട്ടുന്നു. എടാ, എന്റെ കെട്ടിയുള്ള മുമ്പ് ആളെ പുളു പറയുന്നു. നാലാള് കേക്ക് പറയാൻ കൊള്ളാത്തതൊക്കെ നിന്നെ പറ്റി വിളിച്ചു പോയപ്പോ ഞാനൊന്ന് തല്ലി. എടാ, എന്റെ കെട്ടികളെ കുറിച്ച് ഇഷ്ടമുള്ളത് ഞാൻ പറയും. അപ്പൊ നിനക്ക് ഓർമ്മയുണ്ട് അല്ലേ? ഞങ്ങളെ ഉപദ്രവിക്കാതെ ദേവി, ഇത് നിങ്ങൾ ഇവിടെ നിന്ന് പോവോ? മനുഷ്യനെ സ്വസ്ഥമായി ജീവിക്കാനും സമ്മതിക്കില്ലല്ലോ ഈശ്വര. ബോധമില്ലാത്ത ഇതിനെ വഴിയിലിട്ട് പോരുന്നല്ലോ നോർത്ത് ചുമന്നോണ്ട് വന്നിട്ട് ഇപ്പൊ കുറ്റം എനിക്കായോ? വേല നിങ്ങൾക്ക് എന്ത് ഉപദ്രവം ഉണ്ടാക്കിന്നാ പറയുന്നത്? പോകാൻ പറഞ്ഞ വേല ഞാൻ പൊയ്ക്കോളാം. അത് ഈ ചങ്കിക്കൊള്ളുന്ന വർത്താനൊന്നും പറയണ്ട. മോള് പേടിക്കണ്ട കേട്ടോ. അച്ഛനെ കള്ള മൂത്ത് തലയ്ക്ക് പിടിച്ചതാ. നേരം വെളുക്കുമ്പോ ശരിയാവും. മോള് പോയി കിടന്നു. രണ്ടാളും കൂടെ എന്നെ കുളിപ്പിച്ച് കിടത്താന്നൊന്നും വിചാരിക്കണ്ട. ഞാൻ അത്ര പൊട്ടനൊന്നുമല്ല. പോയി കെട്ടിയ പെണ്ണിനെ മക്കളെ മാനം മര്യാദയായിട്ട് നോക്കാൻ അറിയാത്തവൻ ആണാന്നും പറഞ്ഞ് മീശയെ വെച്ച് നടക്കരുത്. എടാ, ഇവരുടെ കണ്ണീരിനെ ചത്താലും നീ ഗതി പിടിക്കില്ല. കൃഷ്ണനെ ഉപദേശിക്കാനും നന്നാക്കാനും മാത്രം